അതിലൊന്നും കാര്യമില്ല. ഹലോ ഹേമ, ഞാൻ പറഞ്ഞു ചെയ്തു നിന്റെ കല്യാണം മുടക്കുമെന്ന്. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. നീ കരഞ്ഞ് കാല് പിടിച്ച് എന്റെ പിന്നാലെ വരുമെന്ന്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ നീ? ഇനി ഞാൻ നിന്റെ മുഖത്ത് ചെരുപ്പൊടി അടിക്കില്ല. ഇതുണ്ടോ ആസിഡാണ്. ഇത് ഞാൻ നിന്റെ മുഖത്ത് ഇപ്പൊ ഒഴിക്കണോ അതോ നീ പറഞ്ഞ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണോ? നീ ആളൊരു വമ്പത്തി ആയതുകൊണ്ട് ആ ദിവസം ഇന്ന് തന്നെ ആക്കാന്ന് വെച്ചു. കേം എന്തിനാ ഓടിയത്? ഞങ്ങൾ ഈ ബാഗ് തരാനും സോറി പറയാനും വേണ്ടിയല്ലേ വന്നത്. സോറിയോ? ഇവളോടോ? ഇവളോട് എനിക്ക് ഒരു അല്പം പക തീർക്കാനുണ്ട്. ഇവളുടെ ചേട്ടൻ എന്നെ തലിച്ചതച്ചെന്റെ പക. അയ്യോ, എങ്കിൽ സത്യമായിട്ട് ഞങ്ങളും അതിനു വേണ്ടിയാ ഓടിച്ചത്. ഇവളുടെ അഹങ്കാരം ഇനിയും തീർന്നിട്ടില്ല സിദ്ധാട്ടാ. അതിപ്പോ തീർത്തു കൊടുക്കാം. നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മേലാൽ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ കുത്തി നുറുക്കും ഞാൻ. ഒരു വട്ടനായതുകൊണ്ട് നിന്നെ കൊന്നാലും ഒരു കോടതി എന്നെ ശിക്ഷിക്കില്ല. ശിക്ഷിക്കോ? കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാർ, ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ ഈ ചുറ്റിക്കളി? അയാളും സാറിന്റെ പെങ്ങളും ഭയങ്കര പ്രേമത്തിലാ. അനാവശ്യം പറയുന്നു. സാർ ഇവനെ അടിക്കൊന്നും വേണ്ട. ഇവൻ പറഞ്ഞതാ സത്യം. അന്നയാൾ ഇവനെ പോലും സ്വന്തം കാര്യത്തിന് കരുവാക്കിയതാ കല്യാണം മുടക്കാൻ. അതെ സാർ, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭ്രാന്തനായതുകൊണ്ട് ഞാൻ എല്ലാം അനുസരിക്കുകയായിരുന്നു. അല്ലാതെ സാറിന്റെ പെങ്ങളെ പ്രേമിക്കാനും കല്യാണം മുടക്കാനും എല്ലാം എനിക്ക് എവിടുന്ന സാർ ധൈര്യം?